വെൽക്കം ടു റീഷ് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ക്ലീനിങ് മേലെയാണുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ മേലെ അടിച്ചു വാരാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. മേലെയാണ് ഞാൻ തുണിയൊക്കെ ആറിയിടുന്നത്. താഴെ അയലൊക്കെ കെട്ടിയിരുന്നു. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് തന്നെ ആ കയറൊക്കെ പൊടിഞ്ഞും ഒക്കെ അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ പോരാത്തതിന് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു മഴയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മേലിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുണിയെടുക്കണം, പിന്നെ ആറിയിടണം എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മേലെ തന്നെ കൊണ്ടിടാറാണ് പതിവ്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ അവിടെ മടക്കാനുണ്ടായിരുന്നു. ഈ തുണി മടക്കുക എന്ന് പറയുന്ന കാര്യം എല്ലാ ദിവസവും എനിക്ക് ചെയ്യാൻ കൈ എത്താറില്ല. കാരണം തിരക്കിലായിരിക്കും ഈ ആറിടാനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് അവിടെ കിടക്കട്ടെ, അതുകൊണ്ട് വേഗം തുണിയൊക്കെ ആറിയിട്ടിട്ട് താഴെ പോവാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ 1-2 ദിവസത്തെയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഒരുമിച്ച് തുണി മടക്കി വെക്കാറുള്ളത്. പക്ഷേ ചില സമയത്ത് പെട്ടെന്ന് തന്നെ അന്നുള്ള തുണി ഒക്കെ ഞാൻ മടക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിവിടെ തുണി ആറിടാൻ കൊണ്ടുവന്ന ബക്കറ്റിലാണ് ഈ തുണിയൊക്കെ മടക്കി വെക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമൊന്നും കയറി ഇറങ്ങുകയും ചെയ്യേണ്ട. ഈ 2 ബക്കറ്റിൽ തുണിയൊക്കെ എടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കൊണ്ടുപോകാനും എളുപ്പമാണ്. അപ്പോൾ മേലേന്ന് തുണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലൊന്ന് പരീക്ഷിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തുണികളൊക്കെ മടക്കി ബക്കറ്റിലാക്കിയിട്ട് ഞാൻ താഴെ കൊണ്ടുവെക്കുവാണ്. ഇപ്പോൾ ഒന്നും അലമാരയിൽ എടുത്ത് വെക്കില്ല. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ആ പണിയൊക്കെ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ മോള് ഇടയ്ക്ക് മേലെ വന്നിട്ട് കളിക്കാനൊക്കെ നിൽക്കാറുണ്ട്. എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരക്കാനോ അല്ലെങ്കിൽ കടലാസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ. അതുകൊണ്ട് തന്നെ കടലാസൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ചില സമയത്ത് കളിച്ച സാധനങ്ങളൊക്കെ അവൾ അപ്പോൾ തന്നെ എടുത്തു വെക്കും. പക്ഷേ ചില സമയത്ത് അതിനിടയ്ക്ക് ഞാൻ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓടി വരും. അതുകൊണ്ട് ആ കളിച്ച സാധനങ്ങളൊക്കെ അതുപോലെ അവിടെ ഉണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭയങ്കര കാറ്റും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതാ പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ് ഇവിടെ. ദിവസം അടിച്ചു വാരാനുള്ള ആ ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. ഈ മേലെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒന്നും. താഴെ തന്നെ എങ്ങനെയൊക്കെയോ ധൃതി പിടിച്ച് ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു ദിവസത്തെ പണികളൊക്കെ തീർക്കുന്നത് തന്നെ. അപ്പോൾ മോളെയും കൊണ്ട് ക്ലാസ്സിനും പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ പണികൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മേലെ ഞാൻ കുറച്ച് നമ്മുടെ ലക്കി ബാമ്പു കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളൊക്കെ ഈ വെള്ളം ഒഴിക്കാൻ ഞാൻ ചില സമയത്ത് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയിൽ അടിച്ചു വാരുവാണ്. അപ്പോൾ ഈ ഒരു അടിച്ചു വാരൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മേലെ കാണുമ്പോൾ തന്നെ നല്ല ഒരു ഒതുക്കം തോന്നും. ഞാൻ പറഞ്ഞില്ലേ, മോള് കളിച്ചിട്ട് സാധനങ്ങളൊന്നും ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ പെറുക്കി വെക്കൽ എനിക്കൊരു പണിയായിരുന്നു. ഞാൻ മേലെ അവൾ കയറി വരുമ്പോൾ തന്നെ പറയും, കളിച്ചു കഴിഞ്ഞാൽ എല്ലാം അതുപോലെ എടുത്ത് വെക്കണേന്ന്. അപ്പോൾ ചില സമയത്ത് എടുത്ത് വെക്കും, ചില സമയത്ത് ആൾക്ക് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണ് ഇതുപോലെ എനിക്ക് പണി കിട്ടാറുള്ളത്. മേലെ ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ. അവിടെ 2 കട്ടിലിട്ടിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ പഴയതും ഒന്ന് അമ്മ ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലുമാണ്. അപ്പോൾ രണ്ടും നല്ല കട്ടിൽ തന്നെയാണ്, ഒന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് മേലെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ ഒരു സൗകര്യമല്ലേ എന്നുള്ളതിൽ അങ്ങനെ 2 കട്ടിലും കൂടി ഒരുമിച്ചിട്ടിട്ടാണുള്ളത്. തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ മേലെ കിടക്കും. പക്ഷേ ചൂട് തുടങ്ങിയാൽ പിന്നെ മേലോട്ട് കയറാനേ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേർപ്പ് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടിച്ചു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വേവുന്ന പോലെയാണുള്ളത്. അത്രയ്ക്കും ചൂടാണ് മേലെ. പോരാത്തതിന് ഞാൻ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് മേലോട്ട് കയറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടും വെയിലും ഒക്കെയുള്ള സമയമല്ലേ, നല്ല ചൂടായിരുന്നു മേലെ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേലെ 2-3 ഇതുപോലത്തെ മൺകുടങ്ങളിലായിട്ട് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. മേലെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഇതുപോലെ
വെള്ളം ഒഴിക്കാനൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോവല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മേലെയൊന്നും ചെടികളധികം സെറ്റ് ചെയ്യാത്തത്. അങ്ങനെ മേലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വരുവാണ്. സ്റ്റെപ്പിലും ഒക്കെ നല്ല പൊടികളുണ്ടാവും. എത്ര പ്രാവശ്യം അടിച്ചു വാരി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ഈ പൊടി അലർജി ഉള്ളത് കൊണ്ട് തന്നെ മൂക്കിന് എന്തെങ്കിലും ഇതുപോലെ കെട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു വരുന്നത്. നിങ്ങൾ വിചാരിക്കും, ഓ ഇതെന്താ അടിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അലർജിയാണ് വരുന്നത്. പൊടിയും എന്തായാലും ഒരു അലർജി വരും. പിന്നെ മേലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുവാണ്. മേലെ ഞാനിന്ന് തുടച്ചില്ല കേട്ടോ, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ തുടച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ കോലായൊക്കെ അടിച്ചു വാരി അതിന് ശേഷമാണ് ഞാൻ സെൻട്രൽ ഹാൾ തുടങ്ങിയത്. ഇപ്പോൾ കാറ്റ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ പൊടികളൊക്കെ ഇതിങ്ങോട്ട് വീണ്ടും വീണ്ടും പാറി വരും. അപ്പോൾ ഇവർ സാമിയായതിന് ശേഷം ഞാൻ മേലത്തെ ഒരു കിടക്കി എടുത്തിട്ട് താഴെ ഇട്ടിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് വേറെ എവിടെയും കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ AC ഉള്ളതുകൊണ്ട് അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. സ്ഥിരം എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ആ കിടക്ക മേലോട്ട് കയറ്റാറില്ല. ആ ഷെൽഫിൻ്റെ സൈഡിലോട്ടാക്കിയിട്ട് അങ്ങനെ വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ മേലത്തെയും താഴത്തെയും അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിരിക്കുവാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു ബെഡ്ഷീറ്റാണ് വീട് കൂടലിൻ്റെ സമയത്ത്. അങ്ങനെ മേലത്തെയും താഴത്തെയും ഒക്കെ ക്ലീനിങ് കഴിഞ്ഞു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കയൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താണ് പറയുക, ഭംഗിയും നമ്മളുടെ മനസ്സിനൊരു തൃപ്തിയും ഒക്കെ വരും. എല്ലാ ഭാഗങ്ങളുടെയൊന്നും വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.